ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് സ്കിന്നൊക്കെ ഇറിറ്റേറ്റ് ആയിരുന്ന സമയത്ത് ഞാൻ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഒരുപാട് പേര് നേരത്തെയും കുറേ പേര് ഹോം റെമഡീസിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്കൊരു വീഡിയോ പറയണം തോന്നി. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, ഹോം റെമഡീസിനെ കുറിച്ച് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഐറ്റമാണ്. അതായത് പ്രോഡക്റ്റുകളെക്കാളും ഡാമേജിങ് ആക്കാം എന്നുള്ളൊരു സംഭവം. പ്രോഡക്റ്റുകൾ നമുക്കറിയാം, ഇത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇന്ന പണി കിട്ടും എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഈ ഒരു പണിയായിരിക്കും നമുക്ക് കിട്ടാൻ പോകണം, അല്ലെങ്കിൽ ഇത്രയും ഈ ഒരു മിസ്റ്റേക്ക് വന്നാലാണ് നമുക്ക് ഈ ഒരു പണി കിട്ടുന്നതെന്നൊരു സംഭവം. എന്നാൽ നമ്മൾ ഈ ഹോം റെമഡീസ് ചെയ്യുമ്പോൾ നമുക്കറിയത്തില്ല എപ്പോൾ കിട്ടും, എങ്ങനെ കിട്ടും, എന്ത് കിട്ടും, ഏത് ഇൻറ്റൻസിറ്റിയിൽ കിട്ടും എന്നുള്ള എന്തായാലും പണി കിട്ടും എന്ന് ഉറപ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഹോം റെമഡീസും നല്ലതുമുണ്ട്, മോശമുണ്ട്. ഭൂരിഭാഗം നമ്മൾക്കിപ്പം കാണുന്ന, ലൈക്ക് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന മിക്ക എല്ലാ ഹോം റെമഡീസും ഒരിക്കൽ പോലും മുഖത്തോട് പോലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. നമുക്ക് എന്താ പറയാ, ഇപ്പം എല്ലാവരും വിചാരിക്കും നമ്മൾ വീട്ടിലുള്ള സാധനമല്ലേ, നമുക്കൊന്നും പറ്റത്തില്ലല്ലോ, ഇതൊന്നും കെമിക്കലുകളല്ലല്ലോ എന്നുള്ള സംഭവം. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണത്. കാരണം ഇതെല്ലാം കെമിക്കൽസാണ്. അതായത് ഇപ്പം തൈരാണെന്നുണ്ടെങ്കിൽ ലാക്റ്റിക് ആസിഡാണ്. അപ്പോൾ ഓരോന്നിനകത്താണെങ്കിലും ഓരോ കെമിക്കൽസാണ്. ഈ കെമിക്കൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേരാത്ത കെമിക്കൽസ് ആണെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവും. അതിനകത്ത് നമുക്ക് ഡാമേജിങ് ആയിട്ടുള്ളൊരു റിയാക്ഷനാണ് നമ്മുടെ മുഖത്ത് സംഭവിക്കുന്നതെങ്കിൽ പുള്ളി കരിഞ്ഞു പോകും. ഈവൻ നമ്മൾ ഏറ്റവും സേഫായിട്ട് കരുതുന്ന പല സാധനങ്ങളും നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് ഇപ്പം അറിയത്തില്ലായിരിക്കും, കുറച്ച് നാൾ കഴിയുമ്പോൾ നല്ല പണി കിട്ടി തുടങ്ങും. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങളുടെ സ്കിന്നകത്തൊരു ഡാമേജിങ് ഫാക്ടർ ഉണ്ടാക്കുമായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റില്ല. നിങ്ങൾ വിചാരിക്കും ഹോം റെമഡി അല്ലേ, ഇറ്റ് ഇസ് സേഫ്, എന്ത് വേണമെങ്കിലും മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാന്നുള്ള സംഭവമാണ്. അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒന്നും തന്നെ കെമിക്കൽ അല്ലാത്തതില്ല, എല്ലാം കെമിക്കൽസാണ്. പക്ഷേ നല്ല കെമിക്കൽസും ഉണ്ട്, മോശം കെമിക്കൽസും ഉണ്ട്. അതിനകത്ത് മോശം കെമിക്കൽസ് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു ഫാക്ടറാണ്, അത് കൃത്യമായിട്ടുള്ള രീതിയിലല്ല ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ മോശമാവുന്ന കെമിക്കൽസും ഉണ്ട്. അതാണ് എല്ലാം. അത്യാവശ്യം നല്ല കെമിക്കൽസിനകത്തുള്ളതും എല്ലാം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടുള്ള രീതിയിലാണ് ഉപയോഗിക്കുക, എല്ലാം ശ്രദ്ധിക്കാൻ നോക്കുക. ഹോം റെമഡീസിൽ ആവശ്യമില്ലാതെ പരീക്ഷിക്കാതിരിക്കാൻ നോക്കാം. അപ്രൂവ്ഡ് ആയിട്ടുള്ള ഹോം റെമഡീസ്, അതായത് ഉറപ്പുള്ള നല്ലതാണ് എന്ന് 100% കൺഫേംഡ് ആയിട്ടുള്ള ഹോം റെമഡീസ് മാത്രം മുഖത്ത് അപ്ലൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ അങ്ങനെ 100% കൺഫേംഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം എൻ്റെ അമ്മ ഒരു ബ്യൂട്ടീഷ്യനാണ്, പുള്ളിക്കാരി കുറേ അറിയാം. എന്നാലും എനിക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ കുറേ നാളായിട്ട്, നല്ല റീസെൻ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് അപ്രൂവ്ഡ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ പറഞ്ഞുതരാം. നമുക്ക് മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ എന്തുവാണ്? ടാനിങ്, ആക്നെ. അതായത് കുരു വരുന്നതും നല്ല രീതിയിൽ ടാൻ അടിക്കുന്ന, മുഖത്തും ദേഹത്തൊക്കെ ടാൻ അടിക്കുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ ഇഷ്യൂ. ടാനിങ്ങിന് ഒരു നല്ലൊരു ഹോം റെമഡി എന്ന് പറയുന്നത് നമ്മുടെ ശർക്കരയും പാലും കൂടെ ഒന്ന് കുറുക്കിയിട്ട് ഒരു തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് പോലെ ആവും. അതൊരു വീക്കിലി ഒരു 3 times ഒക്കെ നമ്മൾ മുഖത്തോ ദേഹത്തോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്തൊരു 20-25 minutes വെയിറ്റ് ചെയ്ത് വാഷ് ചെയ്ത് കളയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഗ്ലോ കിട്ടും. അതുപോലെ ടാൻ നല്ല രീതിയിൽ റെഡ്യൂസ് ആകും. ബട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ നോക്കാം. അപ്പോൾ തന്നെ ഒരു 1 week 2 week കഴിയുമ്പോൾ തന്നെ ഫേസ് നല്ല രീതിയിൽ ബ്രൈറ്റ് ആവുന്ന പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഏത് ഹോം റെമഡി ആണെങ്കിലും ഇടുന്ന സമയത്ത് എന്തെങ്കിലും ഇറിറ്റേഷനോ പൊള്ളലോ ചൊറിച്ചിലോ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കാൻ നോക്കാം. ഇട്ടതിന് ശേഷമാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും റിയാക്ഷൻ ഫേസിൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഓക്കെ. രണ്ടാമത്തെ ഹോം റെമഡി എന്ന് പറയുന്നത് ആക്നെക്ക് വേണ്ടിയിട്ടുള്ള സംഭവമാണ്. നമുക്കൊരു സിവിയർ ഇഷ്യൂ ആണ് ആക്നെ. നമുക്ക് ഹോം റെമഡീസ് കൊണ്ടും സ്കിൻ കെയർ കൊണ്ടും ഈവൻ നമ്മൾ നല്ല ഫുഡ് കൊണ്ടും നല്ല ഹെൽത്ത് കൊണ്ട് പോലും ഒരു പരിധി, നല്ല ഹെൽത്ത് നമുക്ക് എല്ലാവർക്കും 100% നല്ല ഹെൽത്ത് അല്ല, ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ബാക്കിയെല്ലാം വന്നേയിരിക്കും. നമ്മൾ ഇരിക്കുന്ന സ്ഥലം, നമ്മൾ ശ്വസിക്കുന്ന എയർ, ഈ എയറിനകത്ത് പൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് കുരു വരും. ഞാനിപ്പോൾ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ തൊട്ടിട്ട് എൻ്റെ മുഖത്ത് തൊട്ട് കഴിഞ്ഞാൽ അത് കുരു വരും. ഞാൻ ഈ റീസെൻ്റായിട്ട് ഞാൻ ഈ ബ്രഷ് യൂസ് ചെയ്ത് ബ്രഷിനകത്ത് ബാക്ടീരിയ ബിൽഡപ്പ് കാരണം എനിക്ക് നല്ല രീതിയിൽ ആക്നെ വന്നു. നമ്മൾ മുഖം കഴിയുന്ന വെള്ളം, നമ്മൾ കഴിക്കുന്ന ആഹാരം, മെഡിക്കേഷൻ, നമുക്കുള്ള ഹോർമോണൽ ഇഷ്യൂസ് എല്ലാം കുരു വരും. അതുകൊണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ നമുക്കൊരു സാധനമില്ല. എന്നാലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറയുന്നത് മഞ്ഞപ്പൊടി. ആൻറ്റി ബാക്ടീരിയൽ ആണ്. മഞ്ഞപ്പൊടി നല്ല സാധനമാണ്. കുറച്ച് മഞ്ഞപ്പൊടിയും അതിനകത്ത് തേൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കുറച്ചൊന്ന് സ്കിന്നൊന്ന് ഹീലാക്കാനും കാമാക്കാനും ഹെൽപ്പ് ചെയ്യും. ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. എല്ലാ ദിവസവും രാത്രി ഒന്ന് അപ്ലൈ ചെയ്യുക. എല്ലാ ദിവസവും അപ്ലൈ ചെയ്യണം എന്നില്ല, ഒരു വീക്ക്ലി ഒരു 2 to 3 times ഒന്ന് അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഒരു 10 minutes 20 minutes, എനിക്ക് ഒരു 25 minutes ഇരുന്നപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഹീലായിരുന്നു. ഒരു 25 minutes വെയിറ്റ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാം. പിന്നെ ഇത് ഒലിക്കും, അത് നല്ല ചൊറിച്ചിലായിരിക്കും. ഇങ്ങനെ മൂക്കിനകത്തും നിന്നൊക്കെ വായിക്കകത്തും കണ്ണിനകത്തൊക്കെ വീഴും.
എന്നാൽ അത്യാവശ്യം തിക്കായിട്ടൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഹീലാക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ആവശ്യമില്ലാതെ ഒന്നും വെറുതെ പരീക്ഷിക്കരുത്. ഈവൻ തലയ്ക്കകത്താണെന്നുണ്ടെങ്കിലും മുഖത്താണെന്നുണ്ടെങ്കിലും പരീക്ഷിക്കാതിരിക്കും. പിന്നെ ഈവൻ ഹോം റെമഡീസ് ചെയ്താലും നിങ്ങൾ മറന്നു പോകുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്, ഹോം റെമഡീസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീൻ വേണം. അതായത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, ഒരു ക്ലെൻസർ വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിൻ കെയർ റുട്ടീനും വർക്ക് ചെയ്യില്ല. അതായത് നല്ല രീതിയിൽ സൺസ്ക്രീൻ ഇട്ടില്ലെന്നുണ്ടെങ്കിൽ ഇതൊന്നും വർക്ക് ചെയ്യത്തില്ല. അപ്പം ആദ്യം അത് നോക്കാം. കൃത്യമായിട്ടുള്ള സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുന്നതും സ്കിൻ കെയർ റുട്ടീൻ കണ്ടുപിടിക്കുന്നതെല്ലാം ഞാൻ പല വീഡിയോസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അത്രയും സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞിരുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്. സോ പ്ലീസ് കാണാൻ നോക്കാം. നിങ്ങൾക്ക് എന്താ പറയുക, നമ്മൾ ഈ ഷോർട്സും കുഞ്ഞു വീഡിയോസിൽ ഇടുമ്പോഴേക്കും ആ ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഫാക്ടറിനെ പറ്റിയിട്ട് മാത്രം നമ്മൾ റഫായിട്ട് പറഞ്ഞു പോകാൻ, കാരണം നമുക്ക് 1 മിനിറ്റ് സമയമുള്ളൂ. ഞാൻ കഴിവതും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഇടുമ്പോൾ അതൊന്ന് കാണാൻ നോക്കാം. കാരണം അതിൽ നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം ഉണ്ടായിരിക്കും. നമുക്കൊരു പരിധി വരെ ഈ കൊച്ചു വീഡിയോസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ അറിയേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പം എല്ലാം ശരിയാണെന്ന് കരുതുന്നു. ബൈ.